ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഡെസ്റ്റ് ടൂർ അടയ്ക്കാമല്ലോ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീഡിയോ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കിലായിരുന്നു. വെക്കേഷൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കാരണത്താൽ ഒരു ദിവസം പോയി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നാട്ടിലൊക്കെ ചക്ക സീസണാകും. അപ്പോൾ ചക്കയുടെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വേറൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അത് എനിക്ക് ദേഷ്യം പിടിച്ച പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കാത്തിരിക്കാനും വയ്യാത്തൊരു പരിപാടിയാണ്. സംബന്ധിച്ച് മീഷോന്ന് ഒരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്കുണ്ട് മെയ് 2-ാം തീയതി. പക്ഷേ ഇന്നലെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു രാത്രി. അപ്പോൾ ഞാൻ അയാൾക്ക് വിളിച്ചു. 5 മണിയായിട്ട് എൻ്റെ ഡെലിവറി എത്താത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു അതായത് ഹെൽപ്പ് നമ്പർ ഉണ്ട് മീഷോയിൽ, അയൽക്കാണ് വിളിച്ചത്. അപ്പോൾ അത് പറഞ്ഞു എന്താ പറയുക, അത് എന്ന് പറയുന്നത് 7 മണി 7 മണി വരെ ഉണ്ട് ഡെലിവറി. അതുകൊണ്ട് നിങ്ങളതുവരെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതുവരെ കാത്തിരുന്നു. എന്നിട്ട് എൻ്റെ എത്തിയില്ല. 7:15 ഭയങ്കര മഴയും ഇടിയും മിന്നലും കയറിയായപ്പോഴത്തേനും എനിക്ക് തോന്നി അത് ഇന്നെത്താൻ പോകുന്നില്ല, അത് നാളെ മറ്റന്നാളെ എത്തുള്ളൂ എന്ന്. എൻ്റെ ഉമ്മ സാധനം ഓർഡർ ചെയ്തിരുന്നു, ഒരു ഡ്രസ്സാണ്. അത് ശരിക്കും 29-ാം തീയതി എത്തേണ്ടത്, ശരിക്കും പറയാം 26-ാം തീയതി. 2 ദിവസം എന്താ പറയുക കുറഞ്ഞെത്തി. പക്ഷെ ഞാൻ വാങ്ങിയ സാധനം 2 ദിവസം കൂടിപ്പോയി. 25-ാം തീയതി ഈ 5-ാം തീയതി എത്തുള്ളൂ, മെയ് 5-ാം തീയതി എത്തുള്ളൂ. അങ്ങനെതാ ഒരു വിധമാണ്. ഇപ്പോൾ അത് കാത്തിരിക്കൊക്കെ വയ്യ, ഇന്ത്യയിൽ കാത്തിരുന്നേ പറ്റുള്ളൂ എന്നുള്ളൊരിതിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പം ഇനി മെയ് 5-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. ഈ 5-ാം തീയതി എന്നൊന്നും പറയുക, നാളെ കഴിഞ്ഞാൽ മറ്റന്നാളാണ്. എനിക്ക് തോന്നി പറ്റാനായിരുന്നു. പക്ഷെ ഇത്രയും ലേറ്റാന്ന് വിചാരിച്ചില്ല. സംഭവം ഞാൻ പിന്നെ മീഷോ പോയോക്കിയിട്ട് ഇന്ന് രാവിലെ, അപ്പോഴാണ് ഞാൻ സംഭവം കണ്ടത്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവും എന്നുള്ളത്. ഞാൻ ഇന്ന് ഡെലിവറി എത്തുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡസ്റ്റ് കൂർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഇതുപോലെ 2 ഐസ്ക്രീം സ്റ്റിക്സ് മതി. അതിങ്ങനെ പീസ് ചെയ്താൽ 4 എണ്ണം കിട്ടും. അതിങ്ങനെ ഒട്ടിച്ചെടുക്കാനുള്ള പാടാണ്. ഗ്ലൂഗൺ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഒപ്പിക്കാണ്ട് ഒരു വെറൈറ്റി ഐഡിയാണ് എന്ന് വിചാരിക്കും എല്ലാവരും. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് അങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്ക് വീഡിയോയിൽ കാണാൻ കുറച്ച് പാടുണ്ടാവും, കാരണം ഇനി ക്യാമറമാൻ ഇല്ല. സാധാരണ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ എനിക്ക് തരാറ്. ഇന്നിപ്പോൾ അവരില്ലാത്ത കാരണം ഞാൻ ഒറ്റപ്പെടുക്കണം. അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. ഞാൻ ഒരു പൂന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് കാണിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പറും കഷ്ണമാണ്. അപ്പോൾ ആ പേപ്പറും കഷ്ണം ഭയങ്കര പാടാണ് എടുക്കാൻ. കാരണം ഞാനത് ഒരു ബുക്കുമാണ് ചെയ്തെടുത്തത്. അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ വീഴുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഞാൻ ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലുമപ്പില്ല കറിയാം, എന്നാലും കുഴപ്പമില്ലേ കറിയാം. ആടലോഗ് എന്താണെന്ന് കറിയില്ല, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും അത്രയൊക്കെ വരാമല്ലോ. അതെന്തായാലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ബാക്കി ഞാൻ വെട്ടിക്കളയാനാണ് വിചാരിച്ചത്. വിചാരിച്ച പോലെ നടക്കുകയോ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടറിയാം, നോക്കിക്കൊണ്ടറിയാനൊക്കെ പറയും. എന്തായാലും ഒന്നല്ലല്ലോ, ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വിചാരിച്ച പെട്ടെന്ന് ഒട്ടുന്നൊക്കെ ഉണ്ടത്. ഞാനിത് മറ്റേ അവൻ്റെ എന്താ പറയുക, ഒക്കെ മറന്നു പോയല്ലോ. ഞാനിത് കുറേ മുന്നേ കണ്ടപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു പിൻട്രസ്റ്റിൽ. അപ്പോൾ ഇപ്പോഴാണ് അതൊന്ന് ഉപകാരപ്പെട്ടത്. ഏതായാലും ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ടൂർ പോകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ചെയ്യാനെന്നുണ്ട്. പക്ഷേ ഇടത്തേൻ്റെ എനിക്ക് ഓർമ്മയില്ല, അവിടെ നിന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു മടങ്ങുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഒന്ന് വീണിപ്പോയി. അതൊക്കെ ഉണ്ടാവും ഗൈസ്. എനിക്ക് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഒന്ന് സ്ഥലം ഒന്ന് മാറ്റി വെച്ചാലോ. ഇതാ അപ്പോൾ നിങ്ങൾ അടുത്ത നമുക്ക് വെച്ചെടുക്കാം. 3 പേപ്പറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കരം തന്നെ. ഞാൻ ഇതാ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ബാക്കിൽ ഞാൻ തേച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. എനിക്കറിയാം, മനസ്സിലായി എന്നുള്ളതൊക്കെ പറയുന്ന പോലെയാണ്. മനസ്സിലായി കാണുന്നുണ്ടോ തീരെ മനസ്സിലാക്കിയ
ഞാൻ അതുപോലെ കുത്തനെ വിലങ്ങനെ ഒട്ടിച്ചെടുത്തു. വലങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി നല്ല കട്ടിയുള്ള ബോർഡ് വേണം ഒട്ടിക്കണമെങ്കിൽ ഭയങ്കര രസമല്ല ഗൈസ്, സോറി, ഭയങ്കര ഒരു കട്ടിയിൽ നിൽക്കുക കേട്ടോ. കാണുന്നുണ്ടോയെന്ന് എനിക്ക് തീരെ അറിയില്ല കേട്ടോ. നോക്കാൻ പറ്റുന്നുണ്ടോയെന്ന് വെച്ചാൽ അത്ര ഇല്ല. അത് കയറിയിട്ടുള്ള കണ്ടിട്ടില്ല നിങ്ങൾ? ഉണ്ട്. എനിക്ക് അങ്ങനെ വെച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഡസ്റ്റ് ഡെക്കോർ. ഇവിടെ ആകെ വൃത്തിയായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആദ്യം നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. ഇത് എന്ത് വേസ്റ്റ് ബാസ്ക്കറ്റാണ്? ഇതാണ് എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നാരും വിചാരിക്കേണ്ട. ഇത് വലിയ പേപ്പേഴ്സ് ഇടാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാണ്. അങ്ങനെ കുഞ്ഞതൊക്കെ ഞാൻ ഈ ഒരു വേസ്റ്റ് ഇട്ടുള്ളൂ. ഇത് ലാസ്റ്റ് നേരാക്കാൻ വേണ്ടി ഇതുമായിട്ട് ഞാൻ വെച്ചിരുന്നത്. ഇതുമെന്നാണ് പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ സ്ഥലത്ത് ഇരിക്കട്ടെ. ആ സാധനം അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് മേക്ക് ഓവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഓർഗനൈസർ ഒന്നും കൂടി മേക്ക് ഓവർ ചെയ്യുന്നുള്ളത്. അതിനിപ്പോൾ പിന്നെ ചെയ്യാം. ഇപ്പം ചെയ്യാനുള്ള നേരം എനിക്കില്ലാന്നല്ല, എനിക്ക് ഉണ്ടായിട്ട് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ എന്താ പറയുക, എന്താ വെച്ചാൽ കുറേ നേരമായിരുന്നു. ഇതില്ല ഗൈസ്, ഓർഗനൈസർ വന്നിട്ടില്ല. വന്നിട്ട് അടുത്തതാക്കാം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് അടുത്ത പരിപാടി. ഓക്കെ, ഒക്കെ നെറ്റ് കിട്ടുകയാണ്. ഞാൻ കുറച്ച് വൃത്തിയാക്കിയായിരുന്നു. ഞാനവിടെ പൊടി മണ്ണാക്കുന്നത് കാരണം ഞാൻ ശരിയാക്കി വെച്ചു. ഡസ്റ്റ് ഡെക്കോർ ആയിട്ടുണ്ട്. ഇതാണ് ഡസ്റ്റ് ഡെക്കോർ. നീ ഇതെന്താ ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞൊരു ഗൈസ്. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അയ്യോ, നീ ക്യാമറ ചാറുണ്ടാവുക എങ്ങനെ ഔട്ട് ശരിയാക്കി തരാമെന്ന് പറയണ്ട. ആവില്ല ഇവിടെ. അവിടെ നമുക്കങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ ഒരാളെ കൂട്ടിയിട്ടുണ്ട്. ഇത് വീണില്ലെങ്കിൽ വീണില്ല എന്നുള്ള അവസ്ഥയിൽ ആ ഒരു ചെടിയും കൂടി ഇപ്പോൾ ഇനി നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. അത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ടേപ്പിലെടുത്തോ ഒട്ടിച്ചെടുത്തോ. ഇത്രയൊക്കെ വേറെ അറിയുള്ളൂ. ഓക്കെ, ഇതെന്ത് സംഭവം എനിക്കറിയില്ല കേട്ടോ. പിന്നെ ദൂരം കയറുന്ന ടാഗ് ചെയ്ത് കൊടുത്തു, പൊട്ടിച്ചു. അപ്പോൾ ഓക്കെയാണ്. പക്ഷെ ഇതേ നിർത്തൂല. ഒരു പൊട്ടത്തി എന്നല്ലേ, എന്ത് ചെയ്യാനാണ് നിർത്തി എന്ത് കാട്ടും. എന്തായാലും ഡസ്റ്റ് ഡെക്കോർ ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടാം. എൻ്റെ ഉറപ്പൊക്കെ പോയിരിക്കുന്നു ഗൈസ്. നമുക്കിതായിട്ട് ഡസ്റ്റ് ഡെക്കോറിൻ്റെ കാലാവസ്ഥ കത്തയക്കുന്നു. അപ്പോഴാണ് എനിക്ക് സംഭവിച്ചത്. ഡസ്റ്റ് ഡെക്കോർ ആയാലും വേണ്ടി ഇതിൽ കഥ പോലെ വെച്ചാൽ മതി. ഇപ്പോൾ അടുത്ത പരിപാടി ആയിട്ട് നമുക്ക് വെച്ചാൽ ഇതുപോലെ വെച്ചെടുത്താൽ നമുക്കൊരു ക്യൂബ്സ് പോലെ കിട്ടും. അതിനോട് റെഡിയാക്കട്ടെ. എൻ്റെ വേസ്റ്റിൻ്റെ ഒരു ബൗൺ ഇവിടെ വെച്ചു. പിന്നെ എൻ്റെ ചെടി ഇതിവിടെ വെച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ 2 പോയിൻറ്റ്സ് ആയിട്ട് ഇതിങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. അത് ഇതിനോട് കൂടി പോകുന്നുണ്ട്. നേരെ കുഴപ്പമില്ല, കുറച്ച് ഉണ്ടാക്കി വെച്ചു. ഇനി നമ്മളെ കയ്യിലൊരു 5-10 സാധനങ്ങളുണ്ട്. ഇതെന്താന്ന് ഞാൻ എപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നദിക്ക് വെച്ചെടുത്തു. ആ സാധനം, ആ പെട്ടി ഇതാണ്. ഇതിനുള്ളിലുള്ള ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ടെഡി ബിയർ നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാം ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇതെനിക്കിപ്പോൾ സ്റ്റിക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് മാറ്റിച്ചു. എന്തായാലും ഈ ഒരു ക്യൂട്ട്നെസ്സിനെ നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതാവും അടുത്ത പണി. ഇത്ര പണികളാണ് ഇതിൽ എനിക്ക് ആ കിട്ടിയ വലിയ പണിയിലാണെന്ന് തോന്നുന്നു. വെട്ടാള പാട് എനിക്ക് അറിയും. നേമട്ട കുറച്ചും കൂടി പാടുന്നത് എൻ്റെ ഒരു മനസ്സിലുണ്ട്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. വെരി ഗുഡ്. ഞാൻ പറഞ്ഞതിനേക്കാൾ എപ്പോഴായിരുന്നു ഈ സാധനം അതിനെ നിൽക്കണേ ഇല്ല. സ്പോഞ്ചും എങ്ങനെ സാധനം നിൽക്കും എനിക്ക് തീരെ ബുദ്ധിയെന്നുള്ള മനസ്സിലായി. എന്തായാലും ലാസ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെ. എന്തായാലും താങ്ക് യു എവരിവൺ. എന്തിനാ എവരിവണ് കഷ്ടപ്പെട്ട് മനുഷ്യന്മാരുണ്ടാക്കുക. ഈ തെണ്ടികൾ ഇതിൽ നിൽക്കണമില്ല, അത്രയേ എനിക്ക് പറയാനുള്ളൂ.
സംഭവത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അതിന് ഞാൻ എന്നോട് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിച്ചാൻ പോകണം ഗൈസ്. നിന്നു വെരി ഗുഡ്, കിട്ടി. അങ്ങനെ വാ. അപ്പം ഇനി നമുക്ക് ഇവിടെ വെച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നല്ല ഉറപ്പാണ്, അവിടെ വെക്കാം. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതാ ഞാൻ എന്താ ഇവിടേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എടുക്കാനാണ്. ഇതാവുമ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ട് ഇതിലാണ്ട് വെച്ചെടുത്താൽ പോരെ. ഇവിടെ ഫുൾ ചെടികൾ നിറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര രസമായി കാര്യത്തിൽ വെച്ച് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെച്ചെടുത്തത്. എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളിവിടെ ക്രെഡിറ്റ് ചെയ്തൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വൃത്തി കാണാനുണ്ടാവും. സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലാപാലകൾ വൃത്തിയാക്കി. അപ്പോൾ ഇതാ ഇതൊരു ലോങ് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഷോർട്ടാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചതുപോലെയല്ല ഞാൻ ചെയ്തത്. അതൊരു വെറൈറ്റി കേട്ടോ. ഇതൊക്കെ ഇവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എൻ്റെ മുട്ടിൽ. ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തീർക്കണമേ. ഈ കൺഫ്യൂഷൻ ഇവിടേക്ക് വെക്കാലോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവില്ലേ? അത് ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് അത് ഇവിടെ തന്നെ വെച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ വെച്ചു. ആൻഡ് ഈ ഒരു കുഞ്ഞ് ചെരി പോലത്തെ ക്യൂട്ട്നെസ് ഇവിടെ വെച്ചെടുത്തു. അപ്പോൾ ഇതാ ഇത്രയും ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു ലോങ് വീഡിയോ ആണ് സംഭവം, എങ്കിലും കുഴപ്പമില്ല. അതിനാണ് നമ്മുടെ ഡെസ്റ്റിക്കർ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഞാൻ എന്തുണ്ടാക്കണം കമൻറ്റ് ചെയ്യുക. വെറും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.